ട്രാവൽ ഡയറിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായി കണ്ടിട്ട് നമ്മുടെ യാത്രകളൊക്കെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോസൊന്നും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരാത്ത കേട്ടോ. സാഹചര്യം കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ യാത്ര കണ്ടിന്യൂ ചെയ്യാത്തത്. എന്നാലും നമ്മൾ പോകുന്ന യാത്രകളുടെ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കും, അത് ഉറപ്പാണ്. ഇപ്പോൾ അടുത്ത ഇടയ്ക്കൊന്നും കുറച്ച് പ്ലാൻ ചെയ്തുവെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. മഴയും ബാക്കിയുള്ള പ്രശ്നങ്ങൾ കാരണമൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് തന്നെ നല്ല 2-3 ട്രിപ്പുകൾ വച്ചിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ പൂന്തറ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ചെറിയ മുട്ട ബീച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ കാണിച്ചിട്ടില്ല. ഒരു ചെറിയ എപ്പിസോഡായിരിക്കും കേട്ടോ, വലിയ എപ്പിസോഡല്ല, ചെറിയ എപ്പിസോഡ്. ഞാൻ ഓട്ടോയുമായിട്ടൊരു ഓട്ടം പൂന്തറ വന്നപ്പോൾ തൊട്ടടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ പണ്ടത്തെ വീഡിയോസ് ഇങ്ങനെയാണല്ലോ, ഏതെങ്കിലും യാത്രയ്ക്ക് ഇടയ്ക്ക് കാണുന്ന സ്ഥലങ്ങളായിരിക്കും നമ്മൾ കൂടുതലായിട്ട് പരിചയപ്പെടുത്തുക. എന്തായാലും തൊട്ടടുത്ത് കണ്ട ഒരു നല്ലൊരു സ്ഥലം അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. ചെറിയ മുട്ട എന്ന് പറയുന്ന ബീച്ച്. അപ്പോൾ ഇത് നമ്മുടെ പൂന്തുറയ്ക്ക് അടുത്ത് വരുന്ന സ്ഥലമാണ്. നമ്മൾ വരുമ്പോൾ തന്നെ ഇതുപോലെ വലിയ ഒരു നമ്മുടെ ഓട്ടോയിലാണ് വന്നത് കേട്ടോ. നമുക്കിപ്പോൾ ഒരു പുതിയൊരു കൂട്ടുകാരനോടെ കിട്ടിയിട്ടുണ്ട്, ഓട്ടോറിക്ഷയുണ്ട്. അപ്പോൾ ഫ്രീ ടൈമിലൊക്കെ നമ്മളിങ്ങനെ ഓട്ടോ ആയിട്ട് നമ്മുടെ സിറ്റിയിലുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇവിടെ വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ വലിയ കല്ല് ഒക്കെ കടൽ ഭിത്തി പോലെ ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമുക്കാണ് മത്സ്യബന്ധനത്തിനായിട്ടുള്ള ബോട്ടുകളൊക്കെ അടുക്കിയിട്ടേക്കുന്ന കാണാം. ഒരു വലിയൊരു ബീച്ചാണ്, പക്ഷേ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വലിയൊരു ബീച്ച്. ഇവിടെ കരയ്ക്ക് നിൽക്കുമ്പോൾ തന്നെ വെള്ളം ഇങ്ങ് വരുന്നുണ്ട് കേട്ടോ, തിര അടിച്ചിട്ട് ഇങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് നടന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഇവിടെ ഒരു കുരിശടി പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കുരിശടി പോലെ. അപ്പോൾ ആൾക്കാർ ഇവിടെ പ്രാർത്ഥിക്കാനൊക്കെ വരുന്നുണ്ട്. പിന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളൊക്കെ ഒതുക്കിയിട്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു. അത് വിശാലമായിട്ടുള്ളൊരു കാഴ്ചകൾ കാണാൻ പറ്റും. അവിടെ കോവളത്തുള്ള റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇങ്ങോട്ടാണ് കുറച്ചപ്പുറത്താണ് പൂന്തുറ പള്ളിയും മെയിനായിട്ട് വരുന്ന ബീച്ചൊക്കെ വരുന്നത്. കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നിട്ട് വരാം കേട്ടോ. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 10 കിലോമീറ്ററാണ് നമുക്കിവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണെങ്കിൽ തന്നെയും കടലിലേക്ക് പോകുന്ന മാലിന്യങ്ങൾ അതുപോലെ തന്നെ കരയിൽ കൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് മാലിന്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. വിശാലമായിട്ടുള്ള ഒരു ബീച്ച് തന്നെയാണ്, പക്ഷേ എങ്ങും ആരെയും കാണാൻ സാധിക്കുന്നില്ല. രാവിലെയോ മറ്റോ ഒക്കെ ജോലിക്ക് പോയിട്ട് വന്ന ആൾക്കാർ, അങ്ങിങ്ങായിട്ട് മത്സ്യബന്ധനത്തിന് പോയിട്ടുള്ള ആൾക്കാർ, അവർ മാത്രമേ നമുക്ക് അവിടെ ഇവിടെ കാണാൻ പറ്റൂ. പക്ഷേ ഇങ്ങോട്ടൊന്നും ആരും വലുതായിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനും ഇത് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഒരു പക്ഷേ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു, അന്ന് ഇതുപോലെ തന്നെ ആയിരുന്നു, എന്തായിരുന്നു അന്നത്തെ സിറ്റുവേഷൻ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. പൂന്തുറ എല്ലാവർക്കും അറിയായിരിക്കും. അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഇല്ല കേട്ടോ ഇവിടെ വരാൻ വേണ്ടിയിട്ട്. കൊള്ളാം, നല്ലൊരു ബീച്ചാണ്, പക്ഷേ ആളും അനക്കം ഒന്നുമില്ല. ഒരു ചെറിയൊരു സ്ഥലം അല്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ചെറിയ മുട്ട ബീച്ചിലെ കാഴ്ചകൾ. ഇവിടെ മുന്നേ കല്ലുകെട്ടൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഇതൊക്കെ തകർന്ന് കിടപ്പുണ്ട്. അങ്ങോട്ടും എനിക്ക് തോന്നുന്നു റോഡ് ഉണ്ടായിരുന്നു കാണണം. ഇവിടെ ഇങ്ങോട്ട് കടൽ കയറിയതായിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ കൊച്ചു എപ്പിസോഡ്, ചെറിയ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ യാത്രകളൊക്കെയാണ് ഈ ചാനലിലൂടെ കാണിക്കുന്നത്. ഉറപ്പായിട്ടും യാത്രകളെ സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വരുന്ന യാത്രകൾ നമ്മൾ കാണിക്കുന്നതായിരിക്കും. എന്തായിരുന്നാലും ഉടനെ തൊട്ടടുത്തൊന്നും ഒരു പ്ലാനിങ് ഇല്ല, എപ്പോഴായിരിക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായിരുന്നാലും ഈ ഒരു കൊച്ചു എപ്പിസോഡ് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. അടുത്തൊരു യാത്രാവിശേഷമായിട്ട് കണ്ടുകൂട്ടാം കേട്ടോ. ബൈ.